ഹലോ മച്ചമരെ എസ് ടി ന്യൂസിലേക്ക് സ്വാഗതം. കോഴിക്കോട് അപ്സര നിറഞ്ഞു കവിഞ്ഞു. 1005ഓളം സീറ്റുകളാണ് ഈ ഒരു ബിഗ് കപ്പാസിറ്റി തിയേറ്ററിലുള്ളത്. കേരളത്തിലെ പണ്ട് കാലത്തെ വമ്പൻ തിയേറ്ററുകളിലൊന്നാണ് കോഴിക്കോട് അപ്സര. മാജിക് ഫ്രെയിംസ് റീഓപ്പൺ ചെയ്യുകയാണ് അപ്സര തിയേറ്റർ. ആദ്യമായിട്ട് റിലീസിനെത്തുന്നത് നമ്മുടെ മമ്മൂക്കയുടെ ടർബോയുമാണ്. ടർബോ ഇപ്പോൾ തന്നെ ബുക്കിംഗ് തുടങ്ങി. എല്ലാ ഷോകളും നിറഞ്ഞു കവിഞ്ഞു എന്ന് പറയാം. ഓൾമോസ്റ്റ് ഫുള്ള് എന്നുള്ള ലെവലിൽ. ഇത് അപ്സരയുടെ മാത്രം കാര്യമല്ല, എവിടെയൊക്കെ തിയേറ്ററുകളുണ്ടോ അവിടെയൊക്കെ റിലീസുണ്ടോ അവിടെയൊക്കെയാണ്. ബാൽക്കണിയിൽ 180, ഫസ്റ്റ് ക്ലാസ്സിന് 130 റീ ഓപ്പണിങ്ങിനെ സംബന്ധിച്ചെടുത്ത് സിനിമയുടെ ടിക്കറ്റ് ബുക്കിങ്ങിൻ്റെ റേറ്റായിട്ട് കാണിച്ചിരിക്കുന്നത്. എന്താണെങ്കിലും ഇവിടെ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു. ഒപ്പം ഫാൻ ഷോസ് ഒരു രക്ഷയുമില്ലാത്ത കൊലത്തൂക്കാണ്. ഓരോ ദിവസവും ഫാൻ ഷോസ് കൂടുന്നു എന്നുള്ളതാണ്. ഇനി കേരളത്തിലേക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ കേരളം റെഡ് അലർട്ടിൽ മുങ്ങിയിരിക്കുന്നു. പ്രത്യേകിച്ച് കൊച്ചി നോക്കുകയാണെങ്കിൽ ഒട്ടുമിക്ക തിയേറ്ററുകളിലും ഓറഞ്ച് അലർട്ട്. നമ്മൾ ചില തമിഴ് സിനിമകളുടെയൊക്കെ ബുക്കിംഗ് കണ്ട പോലെയാണ്. കൊതിച്ചിട്ടുണ്ട് മലയാളത്തിൽ ഇതേപോലെ ഒരു സിനിമയുടെ ബുക്കിംഗ്. അതിവിടെ യാഥാർത്ഥ്യമാവുകയാണ്. മമ്മൂട്ടി നിറഞ്ഞാടാൻ പോകുന്ന ഈ ഒരു സിനിമ എല്ലാവർക്കും പ്രതീക്ഷയാണ്. 1ഉം 2ഉം ഷോകൾ ആഡ് ചെയ്തിരുന്നവർ 5 മാറുമായി അതിപ്പോൾ 14, 15 ഷോകൾ വരെയായി. നമുക്കറിയാം പല തിയേറ്ററുകളിലും 4 ഷോകൾ വെച്ച് തുടങ്ങിയത് ഇപ്പോൾ 7, 8 ഷോകൾ വരെ നമുക്ക് കാണുന്നു. വനിതാ വിനീത നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു. ഏകദേശം 16ഓളം ഷോകളാണ് അവിടെയുള്ളത്. ആദ്യ 4 ഷോകളും ഹൗസ്ഫുള്ളായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പത്മയിലാണെങ്കിൽ 5 ഷോയാണുള്ളത്. അതിനകത്തിൽ 3ഉം ഓൾമോസ്റ്റ് ഫുൾ. ഷേണായിസിൽ 15ഓളം ഷോ ആണ്, 16ഓളം ഷോകളാണുള്ളത്. അതിനകത്തിൽ ഭൂരിഭാഗവും അങ്ങനെ തന്നെ നിൽക്കുന്നു. അതായത് എല്ലാ സ്ഥലങ്ങളിലും മികച്ച രീതിയിലാണ് സിനിമയുടെ ബുക്കിംഗ് പോകുന്നത്. 3 ദിവസങ്ങൾ കൂടെ ബാക്കി നിൽക്കുന്നു. എന്താണെങ്കിലും പ്രീസെയിൽ കളക്ഷൻ ഇതുവരെ ലഭ്യമായിരിക്കുന്ന വിവരങ്ങളനുസരിച്ചിട്ട് 1.25 കോടിക്ക് മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. ട്രാക്കേഴ്സ്, അതായത് ഉച്ചയ്ക്ക് 2 മണി വരെയുള്ള കണക്കാണ് പറഞ്ഞിരിക്കുന്നത്. ഇനിയും ഇന്നത്തെ ദിവസം 2 കോടിക്ക് മുകളിലേക്ക് എത്തുമോ എന്നുള്ളതാണ്. തീർച്ചയായും എത്തേണ്ടതാണ് എന്നുള്ളതാണ്. എന്തായാലും കാത്തിരിക്കാം. 1141ഓളം ഷോകളാണ് ഇതുവരെ ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 1 ലക്ഷത്തിന് മുകളിൽ കാണികളും 32% മുകളിൽ ഒക്യുപ്പൻസിയും 16 മുകളിലുള്ള ഹൗസ്ഫുൾ ഷോസും 12ഓളം ഓൾമോസ്റ്റ് ഹൗസ്ഫുൾ ഷോസുമാണ് അവർ ട്രാക്കേഴ്സ് പറഞ്ഞത്. പക്ഷേ നമ്മൾ എണ്ണി നോക്കുമ്പോൾ ഏകദേശം 200 മുകളിലുള്ള ഓൾമോസ്റ്റ് ഹൗസ്ഫുൾ ഷോസ് ഉണ്ട്. അതേപോലെ 16 വനിതാ വിനീതയിൽ മാത്രമായിട്ട് 4 ഹൗസ്ഫുള്ളും കാണാനുണ്ട്. അപ്പോൾ എന്താണെങ്കിലും അതിൻ്റെ റേഞ്ച് ഏത് ലെവലിലേക്കാണ് പോകുന്നതെന്ന് നമുക്കറിയാം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ സിനിമയുടെ ആദ്യ ദിനത്തെ കളക്ഷൻ എത്രയായിരിക്കും? വേൾഡ് വൈഡും കേരള കളക്ഷനും സെപ്പറേറ്റ് ആയിട്ട് കമൻസിലൂടെ രേഖപ്പെടുത്തുക. താങ്ക് യു ബ്രോസ്.